Hello, ഞാൻ ഷീല. വെൽക്കം ടു ബ്ലഷ് ആൻഡ് ബൈറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ രീതിയിലുള്ള ഈ ഫ്ലേവറിലുള്ള ഒരു ചിക്കൻ കറി നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. ഇത് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം എണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 5 മീഡിയം സൈസ് സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടിയും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ സവോളയുടെ കളറൊന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കണം. ഇതിൻ്റെ പച്ചവാസന പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ മസാലകൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നമ്മൾ മസാലയുടെ പച്ചവാസന പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു 5 തക്കാളി, മീഡിയം സൈസ് തക്കാളി 5 എണ്ണം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് സ്മാഷായി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് നോർമൽ ഇപ്പോൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ അല്ലേ എന്നുള്ളത്. പക്ഷേ അല്ല, ഇത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് അവസാനമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തക്കാളി നല്ലപോലെ സ്മാഷായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ബോൺലെസ് ചിക്കൻ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുള്ള ചിക്കനും വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കറിക്ക് നമുക്ക് ബോൺലെസ് ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇവിടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്കിത് അടച്ച് വെക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇത് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് തുറന്നിട്ട് ഒന്നുകൂടെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു പകുതിയോളം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ലെമൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം. അതായത് ഇതിൻ്റെ വെള്ളം ഒന്ന് നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് കൂട്ടി വെച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്, കുരുമുളക്. കുരുമുളക് മാത്രമല്ല, നോർമൽ എല്ലാവരും കുരുമുളക് ചേർക്കും. പക്ഷേ ഇത് കുരുമുളക് മാത്രമല്ല ഇവിടെ നമ്മൾ ചേർക്കുന്നത്. ഇവിടെ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് പെരുംജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സായിട്ടൊരു ഫ്ലേവർ വരും. അതിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ പറയുന്നതിനെക്കാട്ടിലും ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം. അതിൻ്റെ രണ്ടിൻ്റെയും കൂടിയുള്ള ഫ്ലേവർ നമ്മളെ ചിക്കൻ ഗ്രേവിക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റ് നമുക്ക് തരും. ഇവിടെ ഞങ്ങൾക്ക് എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് 1.5 ടേബിൾ സ്പൂണ് കുരുമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം കറക്റ്റ് ഒരു എരിവ് വേണം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല എരിവുള്ള കറിയായിട്ട് വേണം എന്നുള്ളവർക്ക് 2.5 ടീസ്പൂണോളം കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2.5 ടീസ്പൂണോളം കുരുമുളക് നമുക്ക് എന്തായാലും വേണം. അതിൻ്റെ സെയിം ക്വാണ്ടിറ്റി പെരുംജീരകവും നമുക്ക് എടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവുകയാണ്.
അപ്പോൾ ഇവിടെ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൗഡർ നമ്മളുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചിക്കൻ ഗ്രേവി തിക്കാവാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടായിരുന്നു നമ്മൾ വെച്ച് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് നമ്മളുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ പെരുംജീരകവും കുരുമുളകും പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൗഡർ ചേർക്കുന്നതോട് കൂടിയിട്ട് നമ്മളുടെ കറിയുടെ ടെക്സ്ചറും ടേസ്റ്റും അതേപോലെ കളറും ഒക്കെ തന്നെ മാറാൻ പോവുകയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് നമുക്കിത് കിട്ടും. നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് ഇത് ഉണ്ടാക്കാം. ഇതിൻ്റെ നോർമൽ നമ്മൾ കുരുമുളക് മാത്രം ചേർക്കുന്നത് പോലെയല്ല. കുരുമുളകും പെരുംജീരകവും പൗഡറും നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുന്ന സമയത്ത് നമ്മളെ കറിയുടെ ടേസ്റ്റും മണവും എല്ലാം തന്നെ വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും നമുക്ക് മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ശരിക്കും പറയുകയാണെങ്കിൽ പെപ്പർ ചിക്കൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ് കേട്ടോ ഇത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ബി ഹാപ്പി, സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ. ബൈ.